ഷാഫി കുറേ ദിവസമായിട്ട് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. നല്ല പരിക്കായിപ്പോയി. മർമ്മസ്ഥാനത്ത് ഏറ്റ അടിയല്ലേ, മൂക്കിന് ഏറ്റ അടിയല്ലേ. ഇനിയും തുടർച്ചയായി കൂടുതൽ ദിവസം റെസ്റ്റ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലത്തോടുകൂടി കാര്യങ്ങൾ സംശയരഹിതമായി വ്യക്തമായി കഴിഞ്ഞു. കാരണം ഇന്നലെ പോലീസ് തന്നെ അഡ്മിറ്റ് ചെയ്തു ഇത് അവർ പോലീസിലാരോ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രചരണം അത് സംബന്ധിച്ച് പോയി. പോലീസ് അവിടെ എന്തോ അവർക്കറിയാവുന്ന കാരണത്താൽ, അത് അവർക്ക് തന്നെ അറിയുള്ളൂ, കാരണം പോലീസിലാരോ മെനക്കെട്ട് വന്ന് ആൾക്കൂട്ടത്തിൻ്റെ തലയിലൂടെ വളരെ ഉന്നം വെച്ച് മർമ്മം നോക്കി അടിക്കുകയായിരുന്നു. ആ അടി ഷാഫി MP-ക്ക് തന്നെ കൊള്ളണം എന്നുള്ളത് അടിച്ച പോലീസുകാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഒരാളാണോ രണ്ടാളാണോ അതൊക്കെ ഇന്നലെ SP തന്നെ പറഞ്ഞ മാതിരി ഇനിയിപ്പോൾ സാങ്കേതികമായി നോക്കിയിട്ട് പറയേണ്ടി വരും. പക്ഷേ മർമ്മം നോക്കി അടിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തോ ഉദ്ദേശം ഈ അടിക്കുണ്ട്, ഒരു സംശയവും ഇല്ല. പക്ഷേ അതൊക്കെ ആ ഉദ്ദേശമല്ല നിറവേറുന്നത്. കേരളത്തിലെ ജനങ്ങൾ അതിനെ വിലയിരുത്തുകയാണ്. ഈ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്നും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്ന ഒരു പ്രചരണം ഇപ്പോൾ ഉണ്ട്. കാരണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശബരിമലയാണ്. അവിടെ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് ജനഹൃദയങ്ങളിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ശബരിമലയെ സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവാണ് അവിടുത്തെ വൻ കൊള്ള. അത് കൂടുതൽ ചർച്ച ചെയ്താൽ അത് കൈകാര്യം ചെയ്തവരുടെ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നില രാഷ്ട്രീയമായി പരുങ്ങലിലാവും എന്നറിയാം. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വന്ന് ചേരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശകുനപ്പിഴയാണ് അവർക്കുണ്ടായിരിക്കുന്നത്. വന്ന് ചേരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ശാപമാണ് കിട്ടിയിരിക്കുന്നത് ശബരിമല. അപ്പോൾ എല്ലാവിധ ദുഷ്ചേതികൾക്കും കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്ന പോലെ വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് തലയുരാൻ വേണ്ടി ആയിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അത് പ്രൂവ് ചെയ്യുന്ന മാതിരിയാണ് ഇപ്പോൾ ഈ സംഭവം. അല്ലെങ്കിൽ എന്തിനടിക്കണം? തലയിൽ കൂടി കോലുയർത്തി വടി ഉയർത്തി ലക്ഷ്യം വെച്ച് ഒരടിയാണ്. അത് എന്തിന് അടിക്കാൻ ആരും അടിച്ചിട്ടില്ല എന്ന് ആദ്യം പോലീസ് പറഞ്ഞത് ശരിയാണ്. കാരണം അടിക്കാൻ ഓർഡർ കൊടുത്തിട്ടില്ല, ഓർഡർ കൊടുക്കാതെ അടിച്ചതാണ്. അതാണ് ഇന്നലെ SP പറഞ്ഞത്. പിന്നെ വീഡിയോ നോക്കുമ്പോഴാണ് അടി മാത്രമല്ല ഉന്നം വെച്ച് മൂക്കിനടിച്ചതാണ് എന്ന് നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമായത്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഷാഫിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇതിലിപ്പം ഇത്രയൊക്കെ സംഭവം നടന്നപ്പോഴും ഈ CPM പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ തന്നെ പ്രധാനമായിട്ട് പറയുന്നത് ഷാഫിയുടെ വെറും ഷോ മാത്രമാണ് ഇത്, മുൻപ് നടന്നിട്ടുള്ളത് പോലെ തന്നെ ഷോ നടത്തുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല അതിന് ഈ സർജറി നടന്ന സമയത്തുള്ള കുറെ സാങ്കേതികത ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അവരിപ്പോഴും ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്? അവർക്ക് പറ്റുന്ന ഒരു മണ്ടത്തരം, തുടർച്ചയായി പറ്റുന്ന ഒരു മണ്ടത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഷാഫി കാണിക്കുന്നത് തനി ഷോ ആണ്, ഞങ്ങൾ ജയിച്ചു, മാത്രമല്ല കണക്കൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞല്ലോ ഷാഫി തോറ്റു എന്നുള്ളത്. ലക്ഷക്കണക്കിന്, ലക്ഷത്തിൻ്റെ മുകളിൽ വോട്ടിനല്ലേ, 1.5 ലക്ഷം എത്ര വോട്ടിനല്ലേ ഷാഫി ജയിച്ചത്. അപ്പോൾ പറഞ്ഞ വിഡ്ഢിത്തരം വീണ്ടും ആവർത്തിക്കുന്നതല്ലാതെ അതിൽ യാതൊരു കാര്യമില്ല. ഷാഫി ഷോ കാണിക്കല്ല, ഇത് സംഭവിച്ച കാര്യമാണ്. അതുപോലെ ഷാഫി നിൽക്കുന്നത് ജനകീയ പ്രശ്നങ്ങളോടൊപ്പമാണ്. അത് ഷോ അല്ല. ഷോ ആയി തോന്നുന്നവർക്ക് തെറ്റുപറ്റുകയാണ്. അത് പിന്നെ AI സാങ്കേതിക വിദ്യ വന്നതിന് ശേഷം തലയിൽ പലതും പറഞ്ഞൊഴിയാനുള്ളൊരു വഴിയായിട്ട് AI ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ ആരാ അടിച്ചത് എന്നുള്ളത്.
ഏത് ആഭ്യന്തര വകുപ്പ് എത്തിയിട്ടുണ്ട്. വകുപ്പ് തല നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ ഈ അടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അതൊന്നും പറയാനായിട്ടില്ല. പ്രതിപക്ഷം ഉണ്ടല്ലോ. ആഭ്യന്തര വകുപ്പിന്റെ ഒരു തീരുമാനം. അല്ല, അത് ആഭ്യന്തര വകുപ്പ് മാത്രം അങ്ങനെ തീരുമാനിച്ചാൽ പറ്റൂലല്ലോ. ഈ നാട്ടില് ജനങ്ങളുടെ ശബ്ദം ഉയർന്ന പ്രതിപക്ഷമൊക്കെ ഇല്ലേ? അപ്പോൾ ഇത്തരം അക്രമങ്ങൾക്കെതിരായി ഞങ്ങൾ തീർച്ചയായിട്ടും ശക്തമായി ശബ്ദം ഉയർത്തും. ഒന്നായി യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്ന, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലേ? കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താ, എല്ലായിടത്തും അക്രമങ്ങളല്ല. അപ്പോൾ അന്വേഷണം വേണ്ട എന്ന് ഇപ്പോൾ ശബരിമലയെക്കുറിച്ചും അവർ പറഞ്ഞതല്ലേ, യാതൊരു അന്വേഷണം വേണ്ടെന്ന്. ഇപ്പം എന്തായി? അന്വേഷണം കോടതി നേരിട്ടാണ് നടത്തുന്നത്. ഈ നാട്ടിൽ വേറെയും സംവിധാനമില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പറ്റുമോ? പ്രശ്നങ്ങൾക്കൊക്കെ കാരണം സ്റ്റുഡന്റ് ഇലക്ഷനാണ്. അതിൽ NSSഉം KSU പലയിടത്തും നേർക്കുനേർ യുദ്ധം തന്നെയാണ്. പലയിടങ്ങളിലും കൊടുവള്ളിയിലൊക്കെ വലിയ പ്രശ്നം, അത് ലീഗിലടക്കം പ്രശ്നം ഉണ്ടാക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? MSFും KSU ഒക്കെ യോജിച്ച് മത്സരിച്ച് ഒരുപാട് സ്ഥലത്ത് SFIയിൽ നിന്ന് പിടിച്ചെടുത്തു പല സ്ഥാപനങ്ങളും. അതാരും കാണൂല. എവിടെയെങ്കിലും ഒരു കോളേജിൽ തെറ്റിയാൽ അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകലുണ്ട്. സ്റ്റുഡൻസ് തമ്മിൽ യോജിക്കാതെ വാശിയാവില്ല. ഏതെങ്കിലും ഒരു കോളേജിൽ ഉണ്ടായാൽ അത് വലിയ സംഭവമൊന്നുമല്ല. MSF തോറ്റു, മതേതരത്വം ജയിച്ചു എന്നാണ് KSU പറയുന്നത്. അല്ല, അത് പിന്നെ തിരുത്തിയാൽ മതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ LDF BJP എല്ലാം കൂടി കൂട്ടുകൂടിയിട്ടുണ്ടാക്കിയ മതേതരത്വത്തിനുള്ള ഒരു ഭീഷണിയാണ്. അതിനെയാണ് തോൽപ്പിക്കേണ്ടത്. കോൺഗ്രസും ലീഗും ഒക്കെ യോജിച്ചിട്ടുള്ള ഇന്ത്യ സഖ്യം മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് നോക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. ഈ പേരാമ്പ്രയിൽ പ്രതിഷേധക്കാർക്ക് ഒരു സ്ഫോടക വസ്തു പോലീസിന്റെ ഭാഗത്ത് നിന്ന് പൊട്ടുന്നത്, അത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ പുറത്തു വന്നതാണ്. അത് എങ്ങനെയാണ് കണ്ടത്? അത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ആ ദൃശ്യങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് CPM ഉൾപ്പെടെ പറയുന്നത്. മനുഷ്യൻ വിശ്വസിക്കാത്ത അറ്റൻഷൻ ഡൈവേർട്ടിങ്ങിന്റെ മറ്റൊരു ഉദാഹരണം. മനുഷ്യൻ വിശ്വസിക്കാത്ത നുണ പറഞ്ഞ് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ നോക്കണതിന്റെ പാടുപെടുന്നതിന്റെ മറ്റൊരു ഉദാഹരണം. അതിമ കിടന്ന് അധികം മെനക്കെട്ടാല് വഷളാവുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. നാളെ CPM അവിടെ വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട്. എന്തായിരിക്കും CPM ഇതിൽ പറയാൻ? അത് അവർക്കല്ലേ അറിയുള്ളൂ. അവരെന്ത് പറഞ്ഞാലും ഈ കാര്യത്തിൽ UDFന് മറുപടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ ഒരുപാട് കളവുകൾ പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം അത് തിരുത്തേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രാവശ്യം തിരുത്തേണ്ടി വന്നിട്ടുള്ളൂ പോലീസിന്. ലാത്തിചാർജ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതിപ്പോൾ തിരുത്തേണ്ടി വന്നു. ലാത്തിയടി ഉണ്ടായിരുന്നു. ഇനി ഒരുപാട് സ്ഫോടനം അത് ഇത് ഒരുപാട് കളവുകൾ പറഞ്ഞാൽ പിന്നെയും തിരുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. അത്രേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഈ വേസ്റ്റിന്റെ മുകളിൽ അധികം സമയം ചെലവഴിക്കാൻ എനിക്ക് പറ്റൂല. നിങ്ങൾ വേസ്റ്റാണ് കാര്യം.